അവന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞ സമയത്തെല്ലാം അവൻ പ്രാർത്ഥിച്ചു. അവന് വചനം പറയുവാൻ കഴിഞ്ഞ സമയത്തെല്ലാം അവൻ വചനം പറഞ്ഞു. അവൻ സുവിശേഷം പറയുവാൻ കിട്ടിയ അവസരമെല്ലാം അവൻ പ്രയോജനപ്പെടുത്തി. അതുകൊണ്ട് ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവനൊന്നും ചെയ്യുവാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ അവന് വേണ്ടി അവനായിരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി ചെല്ലുമെന്നുള്ള ബോധ്യം അവനുണ്ട്. ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന സഭയെ, നിങ്ങൾക്ക് കഴിയുമെന്നുള്ള സമയം, ആരാധിക്കുവാൻ കഴിയുന്ന സമയം, പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന സമയം, ദൈവസന്നിധിയിൽ ചിലവഴിക്കുവാൻ കഴിയുന്ന സമയം, സാഹചര്യം നോക്കാതെ, അവസ്ഥകളുടെ പേര് പറഞ്ഞ് മാറ്റിവെക്കാതെ നീ ദൈവത്തെ ആരാധിക്കുവാൻ, നീ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ ജീവിതത്തിലും കടന്നു വരുന്ന പത്രോസ് അനുഭവിച്ചതുപോലെ മരണമാണ് മുമ്പിലെന്ന്, ഇനി എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല എന്ന്, ഇനി എന്നെ രക്ഷിക്കുവാൻ ആരുമില്ല എന്ന് ചിന്തിച്ച് കരയുന്ന അർദ്ധരാത്രികളിൽ നിനക്ക് വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. ആരും സഹായിക്കുവാനില്ലാത്ത സ്ഥാനത്ത്, ആർക്കും നിനക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത സ്ഥാനത്ത് ഈ പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, സഹോദര, ആ തൊഴിലിടത്തിൽ, സഹോദരി, അവിടെ തന്നെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നീ ആയിരിക്കുമ്പോൾ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്ക്. നീ ഓടിയതും, നീ പ്രാർത്ഥിച്ചതും, നീ ദൈവസന്നിധിയിൽ ചിലവഴിച്ചതും അത് വൃഥാവല്ല. നിനക്ക് വേണ്ടി ഈ അർദ്ധരാത്രികളിലൊന്നിൽ ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. അവിടെ നിന്നെ സഹായിക്കുവാൻ, അവിടെ നിനക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ലാതിരിക്കുന്ന സ്ഥാനത്ത് എന്റെ ദൈവം നിനക്ക് വേണ്ടി, അതേ സഹോദര കേൾക്ക്, എന്റെ ദൈവം നിനക്ക് വേണ്ടി തന്റെ ദൂതന്മാരെ അയക്കും. നീ ഇന്നലകളിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരുന്നത് കൊണ്ട്, നീ ഇന്നലകളിൽ പ്രാർത്ഥിച്ചത് കൊണ്ട്, ഇന്നലകളിൽ ആരാധിച്ചത് കൊണ്ട്, ഇന്ന് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ, ശരിക്കൊന്ന് ആരാധിക്കുവാൻ കഴിയാതെ, ശരിക്കൊന്ന് ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ കഴിയാതെ, ഹേ മാതാവേ, തളർന്നായിരിക്കുന്നുവോ? കേൾക്ക്, നിനക്ക് വേണ്ടി കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുവാൻ സർവശക്തനായ ദൈവം ഉയരത്തിൽ നിന്ന് ദൂതന്മാരെ അയക്കും.